ഒരു 10,000-ഓളം പേര് അവിടെ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു. അത്ര നേരം പ്രഭാഷണം നടത്താനുള്ള മൂഡിലല്ല സ്റ്റേജിൽ കയറിയതെങ്കിലും പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കൂറായി. പറയാനുള്ളതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ അമ്പലത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞു, എല്ലാ വർഷവും സാറിൻ്റെ പ്രഭാഷണം 2 പ്രഭാഷണം ഒരു വർഷത്തിൽ ഇവിടെ വേണം, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞു, സാറേ ഇവിടെ നിന്ന് 17 ബസ്സിലാണ് ഇവിടെ നിന്ന് അമ്മമാരും കുടുംബാംഗങ്ങളും ഈ അയ്യപ്പ ജ്യോതി കത്തിക്കാനായിട്ട് ഡിസംബർ മാസം 26-ാം തീയതി മെയിൻ റോട്ടിലേക്ക് പോയത്. അതായത് എവിടെയാണോ ഹൊസങ്ങാടി കാസർഗോഡ് മുതൽക്ക് കന്യാകുമാരി വരെ ഉള്ള 794 കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ ചാനൽ വരുന്നത് അയ്യപ്പ ജ്യോതിയുടെ വിളക്ക് കത്തിക്കുന്ന അവിടേക്ക് കത്തിക്കാൻ 17 വണ്ടിയിൽ ആൾക്കാർ പോയിരുന്നു പറഞ്ഞു. അതിൽ ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു സാറേ, കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. വളരെ രസകരമായിരുന്നു. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം, ഇന്നലെ ചിദാനന്ദപുരി സ്വാമിയുടെ ഒരു വരി കണ്ടു. ശബരിമലയിൽ നടക്കുന്നതിനെക്കുറിച്ച് വേദനിക്കുന്ന ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്ന്. ആ ഒരു വരി ഇതും കൂടി ചേർത്ത് പറയാനാണ്. അതായത് ശബരിമലയിൽ നടക്കുന്നതിൽ വേദനിക്കുന്നത് മറ്റുള്ളവരല്ല, മുതലെടുക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്, മുതലെടുക്കാൻ പറ്റാതെ കിടന്ന് പുലമ്പുന്ന BJPക്കാരുണ്ട്, അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. പക്ഷെ വേദനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ബാക്കിയുള്ളവർ വേദനിക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാരല്ല, അല്ലാത്തവർ ഹിന്ദുക്കൾ വേദനിക്കുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ വേദനിക്കുന്നുണ്ടെന്ന് സ്വാമി ചിദാനന്ദപുരി വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പറയുകയുണ്ടായി. എന്താ ചെയ്യുക എന്നാ പറയുന്നത്. കുറേ നേതാക്കന്മാരുടെ മക്കൾ തന്നെ, EK നായനാരുടെ മക്കൾ, അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ, അദ്ദേഹം നേരിട്ട് പറയുകയുണ്ടായി. ഇങ്ങനെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ കറക്റ്റായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, വലിയ വലിയ നേതാക്കളുടെ ഭാര്യമാരും മക്കളും കുടുംബാംഗങ്ങളും അവർ വോട്ട് ചെയ്യുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷെ ഒത്തിരി പേര് വേദനിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വേദനിക്കുന്നവരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവരിക. അവരാർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യട്ടെ, രാഷ്ട്രീയമായിട്ട് മുതലെടുക്കേണ്ടവർ മുതലെടുക്കട്ടെ. അങ്ങനെ മുതലെടുക്കാൻ അവസരം കൊടുക്കുമ്പോഴാണല്ലോ അവർക്ക് വേണ്ടിയും കൂടി പ്രവർത്തിക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞ ഈ സംഭവങ്ങളിൽ വേദനിച്ചുകൊണ്ടേയിരിക്കുന്നവർ ധാരാളം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ നേതാക്കന്മാരാരും അവരുടെ ഭാര്യമാരെയോ അനുജത്തിമാരെയോ മക്കളെയോ ശബരിമലയിലേക്ക് അയച്ചിട്ടുമില്ല. ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് പോലും അയച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർ പോകാൻ തയ്യാറല്ല എന്നല്ലേ. അപ്പോൾ ബാക്കിയുള്ളവരെ കാശ് കൊടുത്തിട്ട് പറഞ്ഞയക്കേണ്ടി വരുന്ന ഗതികെട്ട ഒരു നികൃഷ്ട കർമ്മം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരും 19 സീറ്റ് MLA-മാർ, കുറേയധികം MP-മാരും ഒക്കെ ഉള്ള കേരളത്തിൽ നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഞാൻ നല്ലതെന്ന് ഉദ്ദേശിച്ചത് ക്വാളിറ്റി അർത്ഥത്തിലല്ല, സ്ട്രോങ് എന്ന അർത്ഥത്തിലാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യയും മക്കളും ഒന്നും പോവാതിരിക്കാൻ കാരണം എന്താ? എവിടെയോ അവർക്ക് അതിലുള്ള പ്രതിഷേധം ഉള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഈ 15,500 പോലീസുകാരെ നിർത്തിയ സ്ഥലത്ത് ഒരു നല്ല ബ്ലാക്ക് ഹാറ്റിൻ്റെ സെക്യൂരിറ്റി വെച്ചിട്ട് ഇവരെ ഒന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നോ? അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? നിർബന്ധിച്ചാലും പോവില്ല എന്നുള്ളത് കൊണ്ടല്ലേ? പോവാതിരിക്കാൻ കാരണം അവർക്ക് വേദനയുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ പ്രതിഷേധം ഉള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അച്ഛൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറപ്പിൻ്റെ ഇസത്തിനെ സംരക്ഷിക്കാൻ ഞങ്ങളും ഇറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിക്കൂടായിരുന്നോ? വൃന്ദാകാരാട്ടിന് പോയിക്കൂടായിരുന്നോ? അവർക്ക് പിന്നെ പ്രായത്തിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവരൊന്നും പോവാതെ ഇവരെ അയക്കാൻ കാരണം എന്താ എന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത് ശരിയാ. വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, വിഷമിക്കുന്ന, ഇതിനോട് യോജിക്കാത്ത ധാരാളം കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളും കുടുംബാംഗങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഇടയ്ക്ക് മറന്നു പോകാതെ നമ്മുടെ സ്മൃതി മണ്ഡപത്തിൽ വെക്കണം. അവരെയൊക്കെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിൽ ബന്ധപ്പെടുകയും വേണം. നന്നായിരിക്കും അവരനുവദിക്കുകയാണെങ്കിൽ. ഇടിച്ചു കയറി ചെയ്യണമെന്നല്ല, സാധിക്കുന്നിടത്തോളം അത് ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.